ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മരത്തെ പിടിച്ച് കുലുക്കിയ കാശ് വീഴുമോ, പണം കായ്ക്കുന്ന മരമോ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? എന്നാൽ അതിനുകൊണ്ട് ഉത്തരം. ആ ഉത്തരങ്ങൾ കാണണമെങ്കിൽ കണ്ടോളൂ. പേഴ്സിൽ എപ്പോഴും പണം നിറഞ്ഞിരിക്കാനും വെറുതെ പണം കയ്യിൽ നിന്ന് ചോർന്നു പോകാതിരിക്കാനും ഇതാ ഒരു അത്ഭുത വിദ്യ. ആദ്യം ഒരു കഷ്ണം നല്ല കറുവപ്പട്ട എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു കറൻസി നോട്ടിന് മുകളിലായി ഈ പട്ട ഉപയോഗിച്ച് കുറഞ്ഞത് 5 തവണയെങ്കിലും ചെറുതായി തേക്കുക. ആഴ്ചയിലൊരിക്കൽ ഈ വിദ്യ ആവർത്തിക്കാവുന്നതാണ്. പട്ട തേച്ച ഈ പണം നിങ്ങളുടെ പേഴ്സിൽ തന്നെ സൂക്ഷിക്കുക. ഇത് യാതൊരു കാരണവശാലും ചെലവഴിക്കരുത്. കറുവപ്പട്ടയുടെ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ പേഴ്സിലേക്ക് കൂടുതൽ പണത്തെ ആകർഷിക്കാൻ സഹായിക്കും. വീട്ടിൽ മഹാലക്ഷ്മി അനുഗ്രഹവും ധനവരവും ഉണ്ടാകാൻ ഇതാ ഒരു ലളിത വിദ്യ. ഒരു തട്ടത്തിൽ ഒരു വെറ്റില വെച്ച് അതിനു മുകളിലായി കുറച്ച് കൽക്കണ്ടമിട്ട് വീട്ടിൻ്റെ പ്രധാന വാതിലിന് വലതുവശത്തായി വയ്ക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണം വന്നുചേരും. ജാതകഫലമറിയാം, വാട്സാപ്പ് ചെയ്യൂ. വൈകുന്നേരം ഇത് ചെയ്യൂ. ഒരു നോട്ടെടുത്ത് 3 തവണ ശ്രീം എന്ന് ജപിച്ച് പെർഫ്യൂം അടിക്കുക. അപ്പൊ ഇതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട്. അത് ഈ മഴയും പിടിച്ച് വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ഞായറാഴ്ച വീട്ടിൽ ഇരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവമാണ്. സാധാരണ ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് വെള്ളപ്പൊക്കവും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എടുത്തിട്ട വീഡിയോകളും കാര്യങ്ങളുമാണ്. പക്ഷെ അതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് എനിക്കിത്. അതായത് ഒന്നാമത്തെ വീഡിയോ നമ്മൾ കണ്ടത് ഒരു 500 രൂപയുടെ നോട്ടിൽ കറുവപ്പട്ട വെച്ച് ഉള്ള പരിപാടിയാണ്. സാധാരണ കറുവപ്പട്ട എന്തിനാണ്? ഭക്ഷണത്തിൽ ഉപയോഗിക്കാനും അതിട്ട് വെള്ളം തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് അല്ലേ? അതല്ലാതെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുമോ? ഇത് മറ്റേ എന്തോ മാജിക്ക് കുറെ ഐറ്റംസ് പരിപാടികളുമായിട്ട് ആളെ കൂട്ടാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടില് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു കൂമ്പാരമാണ്. ആൾക്കാരോട് ഇന്നടത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ആകും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓടുന്ന ഒരു കാലമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായ സാധനം, നിങ്ങളുടെ വീട്ടിലുള്ള കറുവപ്പട്ട ഒരു 500 രൂപയ്ക്ക് അടുത്ത് തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ വേറൊരു സംഭവം കണ്ടാണ്, നമ്മൾ ഈ കുമ്പിളപ്പം ഉണ്ടാക്കത്തില്ലേ, പൂച്ചയപ്പം എന്ന് പറഞ്ഞത്. പൂച്ചയപ്പം ഉണ്ടാക്കുന്ന അല്ലെ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയിൽ ഉണക്കിയ ഇലയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അത് ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെറ്റിലക്കകത്തോട്ട് ഉപ്പോ മാടയോ കോടയോ തേങ്ങ ഏതാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തിണ്ണയിൽ തന്നെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നേ, ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഓരോ വിക്രിയകൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഓരോ മനുഷ്യന്മാർക്ക് തലയിൽ ഉദിക്കുന്ന ഓരോ എന്താ പറയുക ആവിഷ്കാരങ്ങൾ. അതായത് നമ്മൾ പണ്ട് ശാസ്ത്രലോകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസ്ത്രപദം എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകം കിട്ടുമായിരുന്നു. അതിൻ്റെ അകത്ത് കുറെ ഇങ്ങനത്തെ അല്ല, അത് പിന്നെ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കുറെ വണ്ടേഴ്സ് ആണ്. അത് നമ്മൾ വളരെയധികം ഞെട്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ കാണുന്ന കുറച്ച് ബ്ലണ്ടേഴ്സ് ആണ്. ആളുകൾ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അമീർ ഖാന്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, പടത്തിന്റെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കല്ല് കൊണ്ട് വെച്ചിട്ട് കല്ലിന്റെ ചോട്ടി ഒരു പൂവും വെച്ച് കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് അവിടെ കൂമ്പാരക്കണക്കിന് കാശും അവിടെ അവസാനം ഒരു വലിയ പ്രാർത്ഥനാ സെറ്റപ്പ് ഒക്കെ ആകുന്ന സംഭവം കണ്ടു. ഇതൊക്കെ ഓരോ രീതിയിൽ നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ പല പല വേർഷൻസ് ആണ്. ആൾക്കാരെ നമ്മൾ എല്ല് മുറിയെ പണിയെടുത്ത പല്ല് മുറിയെ തിന്നാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ, അല്ലാതെ ആരും ഇങ്ങനെ കൈക്കൊണ്ട് തരത്തില്ല. ഒരു വെറ്റില എടുത്ത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അതിനെ തുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടത്തില്ല. സാധാരണ ചെറുപ്പം പോലെ വെറ്റില എന്തിനാ കണ്ടിരിക്കുന്നത്? വെറ്റിലയും ബാക്കും പുകയിലയും ഒക്കെ കൂട്ടി മുറുക്കുന്ന ഒരു ഐറ്റം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വെറ്റില എന്ന് പറയുന്നത് ഇച്ചിരി ഔഷധ ഗുണം ഒക്കെയുള്ള സാധനം. അത് അതിന്റെ ഔഷധം അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടിരിക്കുന്ന ഈ എടനേല എന്ന് പറയുന്ന ഇല, അത് കുമ്പളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെച്ചിട്ട് ആളുകളെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഓരോ വീഡിയോ ആയിട്ട് ഇറങ്ങിക്കുക. ഇനി വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഓരോ ചരട് ജപിച്ച് കെട്ടുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില ആളുകൾ പൂജയാണെന്നും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന, ഇങ്ങനെ ചെയ്താൽ കാശ് വരും, അങ്ങനെ ചെയ്താൽ കാശ് വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ത മാതിരി ഒരു തട്ടിപ്പാണ്
എനിക്കിത് കണ്ടപ്പോൾ ചിരി വന്നു. കാരണം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, നമ്മൾ ഈ പറയുന്ന പോലെ സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാ ഉള്ള ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ദിവസം ഒരു 500 രൂപയ്ക്കുള്ള പണി എടുത്താൽ പോലും ആ പൈസ പണിയെടുത്തു കഴിഞ്ഞാൽ കാശ് പോക്കറ്റ് വീഴുമ്പോൾ കിട്ടിയെന്നുള്ളതായി. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ കാലും നീട്ടിയിരുന്ന് ഇപ്പം കാശ് വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഉണ്ട കിട്ടും, ഉണ്ട. ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് AI ക്രിയേറ്റഡ് ആണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ എന്നാണത്തില്ല. എന്താണെങ്കിലും ഒരു മനുഷ്യന്റെ തലയിൽ ഉദിച്ച ഒരു ആവിഷ്കാരമാണിത്. ശരിയാണ്, മനുഷ്യന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ ഇത് മറ്റവന്റെ ആസനത്തിൽ ആപ്പടിച്ച് കയറ്റുന്ന പോലത്തെ പരിപാടി എന്നതല്ലേ. അതും പ്രത്യേകിച്ച് പണം എന്ന് പറയുന്ന സാധനം ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ അത്രയും വിലപ്പെട്ട സംഭവമാണ്. അത്രയും കിടിലൻ, അതായത് ഒരു ഇത് വെച്ചിട്ട് കിടിലൻ എന്നൊക്കെ എന്റെ വായി വരുന്നത്. അതെ, പണത്തിനെ കിടിലൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പണമില്ലെങ്കിൽ വെറും പിണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പണം ഉള്ളിടത്തേ ഉള്ളൂ. പണം ഉണ്ടോ അവിടെ ആളുകൾ വരും, ഉറപ്പാണ്. അതായത് നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടത്തിൽ 10 ആൾ വരും. അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം ഇതുപോലത്തെ ഓരോ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് നമ്മളും അതുപോലെ തന്നെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ആ വെറ്റില അവിടെ ഇരുന്ന് ചെയ്യും, പാണലിന്റെ ഇല അവിടെ ഇരുന്ന് ചെയ്യും. പിന്നെ വേറൊരു വെടിക്കെട്ട് ഐറ്റം ഉണ്ട്, മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഞാനും പരീക്ഷിച്ചിട്ടുള്ള കാര്യം കേട്ടോ. എൻ്റെ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പാണ്, കാശൊക്കെ വരുമെന്ന് പണ്ട്. മണി പ്ലാന്റ് വളർന്ന് അങ്ങ് മരത്തിന് മണ്ട എത്തിയെന്നല്ലാതെ നമ്മൾ പണിയെടുത്താൽ കാശ് കിട്ടും. ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ രസകരമായ സാധനങ്ങൾ കാണാം. അപ്പൊ എന്റെ ചിന്തയിൽ വന്നൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കണ്ടിരിക്കുന്ന കമന്റ്സ് ഒക്കെ അത് എന്താ പറയാ, ഏതോ പാവപ്പെട്ട മനുഷ്യര്, ഒട്ടന്മാരെന്ന് തന്നെ പറയാം. കാരണം അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും അറിയത്തില്ല, ആരും ഇല്ലാത്തൊരവസ്ഥയാണ് തോന്നുന്നത്. ഇതെല്ലാം കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക. പണ്ട് നമ്മൾ ഈ കണ്ടിട്ടുണ്ട് പുസ്തകത്തിൻ്റെ അകത്ത്, പണ്ട് പഠിക്കുന്ന സമയത്താ മയിൽപ്പീലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുസ്തകത്തിൻ്റെ അകത്ത് എന്താ പറയാ, വെളിച്ചം കാണാതെ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചില ഇതൊക്കെ ഉണ്ടായിരുന്നു, അന്ധവിശ്വാസങ്ങൾ. അന്ന് ചെറിയ പ്രായത്തിൽ നമ്മൾ അതൊക്കെ വിശ്വസിക്കും, അതിനുള്ള ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഐറ്റംസ് മുതിർന്ന ആളുകൾ അടുത്തുകൊണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, പണത്തിന് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ആ പണത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴും ഓർത്തോട്ടെ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. 50 കൊടുത്ത് 1000 ആക്കി തരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടേ. ആ 50 രൂപ കൊടുക്കാതെ പോക്കറ്റ് വെച്ച് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതായി. അല്ലെങ്കിൽ ആ 50 കൊടുത്തിട്ട് 1000 നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മേലോട്ട് നോക്കിയിട്ട് വായും വിളിച്ചിരിക്കേണ്ടി വരും. കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് പണം എന്ന് പറയുന്ന സാധനം എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. പണം എന്ന് പറയുന്ന സാധനം അധ്വാനിച്ചുണ്ടാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഞൊടുക്ക് ഐറ്റംസ് ഒക്കെ കണ്ട് എന്താ പറയാ, അതിൽ വീണു പോകാതിരിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം പണത്തിനു വേണ്ടി മനുഷ്യനിവിടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടില് എല്ല് മുറിയ പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നു. പണം പോരാ എന്ന് പറഞ്ഞ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. കാരണം പണത്തിന്റെ മൂല്യം എന്താ പറയാ, പണം നമുക്ക് ആവശ്യമാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് പണത്തിന്റെ ആവശ്യം കൂടും. അപ്പൊ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് മാന്ത്രികത മറ്റേ വായുവിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഇത്രയെങ്കിലും പറയണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയിലൊന്നും പോയി ആരും വീഴാതിരിക്കുക. ബൈ.